അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം മാംഗ്രോവ് റിവർ ക്രൂസിംഗ് ആണ്. നമ്മൾ ബോട്ട് ഷെട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏജന്റ് വഴിയാണ് പോകുന്നത്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഏകദേശം നമ്മൾ 4 പേർക്ക് 7000 രൂപയായി. അപ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ 17 പേരാട്ടോ. നമ്മൾ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, ലങ്കാവിൽ വന്നാൽ, ഈ ടൂറിസ്റ്റ് സ്പോട്ടിൽ വന്നാൽ ഒരു മെയിൻ അട്രാക്ഷനാണ് റിവർ ക്രൂസിംഗ്. ഇവർ നമ്മൾ ഈ ഒരു ബോട്ടിൽ കയറ്റിയിട്ട് ഈ പല ഐലൻഡ്സും ഒത്തിരി കാര്യം കാണാനുണ്ട്. ഈ വീഡിയോ കാണുന്ന ബോട്ടിന്റെ സ്പീഡ് ഉണ്ടല്ലോ, ഇവർ നല്ല സ്പീഡിലാണ് ബോട്ട് പോകണം. ഈ നമുക്ക് സൈഡിലിരുന്നാൽ തന്നെ ഓൾറെഡി ശരിക്കും പറഞ്ഞാൽ ബോട്ട് 360 ഫുൾ ഓപ്പൺ ആണ്, എൻക്ലോസ്ഡ് അല്ല. അപ്പം നമുക്ക് ഈ വാട്ടർ സ്പ്ലാഷ് കാര്യങ്ങളൊക്കെ മേത്തേക്ക് വരും. വാട്ടർ നല്ല സോൾട്ടി ആണ്, നല്ല വിൻഡും ആണ്. അതിനിടയ്ക്കാണ് ഇവർ നല്ല ഈ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല ശരിക്കും ഫണ്ണാട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ഫിഷിന് ഫുഡ് ഫീഡ് ചെയ്യുന്ന ഏരിയയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ബോട്ട് കയറുന്നതിന് മുമ്പ് ഫിഷിന് കൊടുക്കാനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് കയറിയത് കേട്ടോ. ഇവിടെ നിറച്ച് ഫിഷാണ്, നമുക്ക് ആർക്ക് വേണമെങ്കിലും ഫിഷിന് ഫുഡ് വേണമെങ്കിൽ ഫീഡ് ചെയ്യാം, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ശരിക്കും നല്ല ഫണ്ണാണ് കേട്ടോ. ഇത് ഫിഷ് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കിഡ്സ്, മുതിർന്നവർ, അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഈ ഫീഡിങ് ചെയ്യാം. ഇത് റെക്കമെൻഡ് ആണ്, ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണത്. ഇമാതിരി ബോട്ട് ഓടിക്കുന്നത് നല്ല സ്പീഡിലാട്ടോ, നല്ല സ്പീഡിലാണ്. അങ്ങനെ നമ്മൾ ഫിഷിന്റെ ഫീഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് എത്തി. ഇവിടെ നമുക്ക് ആവശ്യമുള്ള നോർമൽ നമ്മുടെ പാക്കേജിൽ ഉൾപ്പെടുന്നതാണ് ആ ഫുഡ്. ലഞ്ച് ഉൾപ്പെടുന്നതാണ്. നമുക്ക് ചിക്കൻ, റൈസ്, ചെറിയ ഡിഷസ് കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് ഇൻ കേസ് എക്സ്ട്രാ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ലൈവ് ഫിഷ് കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഫിഷ് ഇവിടെ നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഈഗിൾ ഐലൻഡ് ആണ്. ഇപ്പൊ ഇവിടെ ധാരാളം ഫിഷ് ഉള്ള ഏരിയ കാരണം ഇവിടെ ഈഗിൾ എപ്പോഴും ഉണ്ടാവും. നമ്മളിപ്പോൾ കാണുന്ന ഈഗിൾസ് ആണ്. അപ്പം ഇത് ഒരു മെയിൻ സ്പോട്ടാണ് ഈ പാക്കേജിന്റെ. സ്പോട്ടും കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മങ്കി ഐലൻഡിലാണ്. ഈ ഐലൻഡിന്റെ പോകുമ്പോൾ രണ്ട് സൈഡ് നമ്മൾ ശരിക്കും റിവറിലെ ഒരു സെൻട്രലിൽ കൂടെ പോകണം. ഈ റിവറിന്റെ രണ്ട് സൈഡ് ഐലൻഡാണ്. അപ്പൊ രണ്ട് സൈഡിലും മങ്കീസ് ധാരാളം ഉണ്ടാവും. അപ്പൊ രണ്ട് ഗോത്രം പോലെയാണ് ഇവര്. മങ്കീസ് ഈ റിവർ ക്രോസ് ചെയ്യില്ല. ഒരു സൈഡില് ഒരാളുടെ കിങ്ഡം പോലെയാണ്. അങ്ങനെയാണ് ഇവർ പറഞ്ഞത്. അത് ശരിക്കും ഒരു ഫണ്ണായിരുന്നു കേട്ടോ. ഈ എല്ലാം ബോട്ടിന്റെ മേളിൽ കയറി വരിക. നമ്മൾ ഫുഡൊന്നും കൊടുക്കാൻ പറ്റും, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാം എടുത്തിട്ട് പോകും. അപ്പൊ ഈ ബോട്ടിൽ ഉള്ള നമ്മുടെ ബോട്ടിന്റെ ഡ്രൈവർ പുള്ളിക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരൊന്ന് കളിപ്പിച്ച് അങ്ങനെ ഒക്കെ നമ്മളെല്ലാ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് അവിടെ പോയത്. This is crocodile cave. We are gonna inside the crocodile cave. നമ്മുടെ റിവർ ക്രൂസിന്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് സ്വിമ്മിങ് ഐലൻഡ്. ഇവര് ഒരു ഐലൻഡ് ആണ് ഇവിടെ. നോർമൽ ഇവര് ഈ പാക്കേജിലെ ലാസ്റ്റ് ഇവന്റ് ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു 45 മിനിറ്റ്സ് ബോട്ട് ഇവിടെ ഹോൾഡ് ചെയ്ത് ആവശ്യമുള്ളവർക്ക് ചാടി കുളിക്കുകയോ എന്തുവേണം ചെയ്യാം. 45 മിനിറ്റ്സ് അവർ ഓൾറെഡി ടൈം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ വന്ന എല്ലാവരും, നമ്മൾ 17 പേരുണ്ടായിരുന്നു. 17 പേരിൽ ഓൾമോസ്റ്റ് എല്ലാവരും ചാടി കുളിച്ച് ഫാമിലിയൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചത്. നമ്മൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാണ് ഇതൊക്കെ ടൂറൊക്കെ കഴിഞ്ഞിട്ട്. എന്നിട്ട് ഇവിടുന്ന് ഏകദേശം ഇവരുടെ ടൂറിന് വെച്ചാൽ 10 മണിക്ക് സ്റ്റാർട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 4 മണിയല്ല, 2:30, 3 മണിക്ക് തീരും. ഏകദേശം 4-5 മണിക്കൂർ ഉണ്ടാവും ഇവരെ ഈ റിവർ ക്രൂസിന്റെ പാക്കേജിൽ. അപ്പോൾ ഏകദേശം ടൈമായി നമ്മൾ തിരിച്ച് റിട്ടേൺ ഹോട്ടലിലേക്കാണ്.